ഹായ് ഗൈസ്, ഞങ്ങളപ്പോൾ രാവിലെ എണീച്ചു. ഇവിടെ 5:30-6 മണിയായി. ഞങ്ങൾ ഏർലി മോർണിംഗ് ഹൈക്കിങ്ങിന് ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് ഒരുക്കൊന്നുമില്ല, ജസ്റ്റ് സാധാ ഒരു ഡ്രസ് ഇട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ അടുത്ത് കുറേ കടകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ വഴിക്ക് നേരെ പോകാൻ നോക്കുക. തൊട്ടടുത്താന്ന് പറഞ്ഞവർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്കാണ് ഡ്രൈവ് ത്രൂ. അപ്പോൾ ഞങ്ങൾ പേ ചെയ്തു. ഇനി സാധനം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റ് എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പിന്നെ നടക്കാൻ തുടങ്ങുമ്പോഴും വാമപ്പ് ആവണോണ്ട് വേണ്ട തീരുമാനിച്ചു. ഈ മെഗ്ഡി ആക്ച്വലി കാണാൻ നല്ല ഭംഗിയാണ്, ഒരു എസ്തെറ്റിക് ലുക്ക് ഉണ്ട്. തോന്നുന്നു. അതെ, ഉള്ളിൽ കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് തിരക്കിട്ട് പോവാണ്. ഞങ്ങളിപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനാ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശക്കാണ്. വിശക്കുണ്ട്, തണുക്കണമുണ്ട്. എന്തോരം നേരം എടുക്കാൻ സാധനം. ഞങ്ങളിവിടെ ഹൈക്കിംഗ് സ്പോട്ടിലെത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, നല്ലൊരു സീനറി ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ട്രെയിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ മുകളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏത് വഴിയാണ് പോകേണ്ടതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതെവിടേക്കോ പോവാണ്. ഞങ്ങൾ പാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മല പോലെ ഇങ്ങനെ കയറാൻ സ്ഥലമുണ്ട്, കുഞ്ഞിട വഴി. അപ്പം അതിൽ കൂടിയാണെന്ന് ഞങ്ങൾ വിചാരിക്കണം. അവിടെ പോയി നോക്കാം, എവിടെയെങ്കിലും എത്തിയിരിക്കും. ഭയങ്കരമായി ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. എന്താ എടുക്കാം? ഞങ്ങൾ ഒരു ഇടവഴി കൂടെ നടക്കുക. കൂളിംഗ് ഗ്ലാസ് ഈ ആംബിയൻസിന് പറ്റാനുള്ളതെന്ന് തോന്നുന്നു. ഞാൻ മാറ്റട്ടെ. ആ വഴി എൻഡായി. അപ്പോൾ ഞങ്ങൾ വേറെ വഴി തിരക്കി വന്ന വഴി തിരിച്ചിറങ്ങുകയാണ്. അപ്പുറത്ത് ഞങ്ങൾ നേരത്തെ കാണിച്ച ലേക്ക്, അവിടെയും കൂടെ അവിടെ ശരിക്കത്തെ ട്രെയിലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കുറെ പരുന്തിനൊക്കെ കണ്ട് പേടിച്ച്. അത് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ വഴി, ഇതൊരു ഇടവഴിയാട്ടാ. ഇത് കൂടാണ്ട് വേറൊരു കുഞ്ഞിടവഴി കണ്ടു. ഞാൻ വിചാരിച്ചാൽ അതുവഴി പോയി നോക്കാമെന്ന്. പോയി പകുതി. പക്ഷെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇന്ന് കാണാൻ. താഴെ ഭയങ്കര ലേക്കിൻ്റെ വ്യൂ. എന്താണെന്ന് മനസ്സിലായില്ല, ലേക്കാണോ എന്താണെന്ന് കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരു പരുന്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ നിറച്ചും വേറെ ഫുൾ പരുന്തുകൾ. ഞങ്ങളവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി. ലേക്കിൻ്റെ വ്യൂ ഇവിടെ അടിപൊളിയാണ്. ഇവിടെ ആക്ച്വലി കുറേ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എനിക്കൊന്നും തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ താണ്ടേ നമ്മൾ ബീച്ചിൽ കാണുന്ന പോലത്തെ മണലൊക്കെ നിൽക്കുന്നുണ്ട്. ഒത്തിരി ഫോട്ടോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല, കാരണം അത്ര നല്ല വ്യൂ ആണ്. ഞങ്ങൾ റീലും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അതെടുത്തിട്ടില്ല. റീലിനുള്ളൊരു ചെറിയ ബിറ്റ്, അതും കൂടെ എടുത്തിട്ട് ഞങ്ങളോട് പോകും. സൺകിസ്റ്റ് കിട്ടും. 8:15 ഇവിടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ ഓർക്കാണ്. ഞങ്ങൾ ഫുള്ളൊന്നും കാൽഭാഗം പോലും കവർ ചെയ്തില്ല. ഞങ്ങൾ കുറേ പരുന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കൊരു പേടി. അതും മാത്രമല്ല, ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴേ കുറേ ഫോട്ടോ എടുത്ത് സമയം പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതിലുപരി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് അവിടെ ഇങ്ങനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഇങ്ങനെ കുറച്ചും കൂടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങൾ പോയ വഴിക്ക് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു, ട്രെയിൻ വരാത്ത ട്രാക്ക്. റീൽ ഷൂട്ട് ചെയ്തു, പക്ഷെ ഇത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് വൈനറിയിലൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ചെക്കൗട്ട് ചെയ്തു. ഇനി ഞങ്ങൾ ഇന്ന് ഈവനിങ് ലേക്ക് ജനീവയ്ക്ക് പോകും. വൈനറിയും പിന്നെന്താ നമുക്കുള്ള കയാക്കിങ്ങും കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ട്രൈ ചെയ്യാം. പിന്നെ ഒരു റിവർ വാക്ക് പോലെ ഒരു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയില്ല നടക്കുമെന്ന്. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഈവനിങ് ഞങ്ങൾ ലേക്ക് ജനീവയിൽ പോകും. പിന്നെ നാളെ ഫുൾ ലേക്ക് ജനീവയിൽ കഴിച്ചു. ഇവിടെ ഫ്രണ്ടിലുള്ള സീനറി കണ്ടോ? ഞങ്ങളിങ്ങനെ ഇത് കണ്ടിട്ടാണ് സ്ട്രെയിറ്റ് ഇങ്ങനെ പോകുന്നത്. ഭയങ്കര രസമുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ വൈനറി എത്തി. ഇവിടെ ഭയങ്കര നല്ല ആംബിയൻസ് ആണ്. തുറന്നുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയി നോക്കട്ടെ എന്താ അവസ്ഥ ആണ്. അതിന് ഹായ് പറ. ഹായ്. അപ്പോൾ കാണാം. അപ്പോൾ വൈനറിയിലേക്ക് പോകുന്ന വഴിയാണിത്.
അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വൈൻ വാങ്ങിക്കുന്നത് താണ്ടേ അവിടെയാണ് വൈൻ വാങ്ങിക്കാനുള്ളത്. ഇതവരുടെ ഹിസ്റ്ററി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിക്കുന്നില്ല. ഞങ്ങളപ്പോൾ ഒരു ചെറിയ റീല് ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ആ പാട്ട് ഞങ്ങൾ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് നിൽക്കുക. അവർ 12 മണിക്കേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ഒന്ന് അകത്ത് കയറി എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ഞങ്ങൾ വൈനറീൻ്റെ ഇവിടുത്തെ വാഷ്റൂമിൽ ഡ്രസ്സ് മാറി. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എന്താ കയാക്കിങ് 2 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം 12:30 കണ്ടായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാണാം. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ ആക്ച്വലി കാണിക്കാം. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് പോയി. ഇവിടെ ഒരാൾ ഡ്രസ്സ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൈറ്റ് അത് പറഞ്ഞിട്ട്. ഞങ്ങൾ കുറച്ച് റഷിലായിരുന്നു. കാരണം 2 മണിക്ക് വരെ ഞങ്ങൾ കയാക്കിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഓൾറെഡി ടൈം 1:45 അങ്ങാണ്ടായി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ കയാക്കിങ്ങിന് പോവുകയാണ്. നല്ല പേടിയുണ്ട് 2 പേർക്കും. ഇതുവരെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്താവും അറിയില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ സിംഗിള് ആ സാധനം വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് തുഴയാനറിയില്ല, നീന്തലും അറിയില്ല. എന്താവെന്ന് കണ്ടറിയാം. നല്ല പേടിയുണ്ട്, എന്നാലും ഭയങ്കര എക്സൈറ്റഡ്. അങ്ങനെ കയാക്കിങ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ടൊക്കെ ഒരെണ്ണം സിംഗിൾ മാറ്റി ഡബിളാക്കി. അപ്പോൾ നമ്മൾ അപ്പോൾ ബോട്ട് ഇവിടെ ഇല്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് ബോട്ട് വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം കയാക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ 2 പേരുടെയും. അത് സക്സസ്ഫുള്ളായി. തുഴഞ്ഞുഴഞ്ഞ് കുറച്ച് കൈവേന എടുത്തെങ്കിലും ഞങ്ങൾ നന്നായി തന്നെ ചെയ്തു. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ലേക്ക് ജെനീവയ്ക്കാണ്. ഇവിടെ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിസ്കോൺസിൻ ഡെൽസിലെ 2 days കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഡേ ലേക്ക് ജെനീവയിലാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങളൊരു ഇന്ത്യൻ കടയിലാണ് കയറിയിട്ട് നമ്മൾ കഴിക്കുന്നത്. നാൻ, ബട്ടർ ചിക്കൻ, റൈസ് ഇതാണ്. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ തൊട്ട് ഇങ്ങനെ വെയിലത്തൊക്കെ നടന്ന് അങ്ങനെ വന്ന് ഫ്രഷായി കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.